വനിതാ ദിനത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള പ്രമുഖരാണ് വനിതാ സംഗമത്തിൽ അണിനിരന്നത്. ലോകം വനിതാ ദിനം ആചരിക്കുമ്പോൾ കഴിഞ്ഞ 27 ദിവസമായി ഒരു കൂട്ടം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിവരികയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആശാവർക്കർമാർ മഹാസംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള സ്ത്രീകളാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയത്. സമരങ്ങളെ അധികാരികൾ അടിച്ചമർത്തുന്നുവെന്നും യഥാർത്ഥ സമരം നടത്തുന്നവരുമായി ചർച്ച ചെയ്യാമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന വേദനിപ്പിച്ചുവെന്നും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ഈ 7000 രൂപ ഓണറേറിയം 232 രൂപ ദിവസവേതനം എന്ന് പറയുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. 7000 രൂപ കിട്ടുന്നില്ല. 7000 രൂപ ഒരാൾക്കും കിട്ടുന്നില്ല. വളരെ അപൂർവം പേർക്കേ കിട്ടുള്ളൂ. മാനദണ്ഡമുണ്ട്, 10 മാനദണ്ഡം. ഓരോ മാനദണ്ഡത്തിനും 700 രൂപ വെച്ച് വെട്ടിക്കുറയ്ക്കും എന്ന് പറഞ്ഞാൽ അതുമില്ല. അപ്പോൾ ഇത് അന്യായമല്ലേ? അപ്പോൾ ഈ രീതിയിൽ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ 4-5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ്. ഈ സമരവേദി നടക്കുമ്പോൾ വീണ ജോർജ് പറയുന്നത് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ പിൻവലിക്കുമെന്ന്. അതും ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ്. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി വിവിധ പ്രതിപക്ഷ പാർട്ടികളും സമരമുഖത്തെത്തിയതോടെ പ്രതിഷേധം ശക്തമായി. ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.